അതിൽ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളെ പുരയിലൊക്കെ തെങ്ങുണ്ടാകും. തെങ്ങുമ്പോൾ നമുക്ക് ഒരു പച്ച കീഴ്ക്കണി കിട്ടില്ലേ, പച്ച ഓല എന്ന് പറയാം. നമുക്ക് അതിനെ കൊണ്ട് നമുക്കൊരു അടിപൊളി ബൂമറാങ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് ഒരു ഓലക്കണിയും പിന്നെ നമുക്കൊരു സെലോട്ടേപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി ബൂമറാങ് ഉണ്ടാക്കാം. ഇത് പെർഫെക്റ്റ്ലി ആയിട്ട് കിട്ടുമെന്ന് തരുന്നില്ല. നമുക്ക് വീഡിയോ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കി വന്നിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, വന്നിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതലായി പറഞ്ഞില്ല, എനിക്ക് വരെ വീഡിയോ ആക്കാം. വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ പ്രധാനമായി നേരെ വീഡിയോയ്ക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ ബൂമറാങ്ങിനായിട്ട് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ തിരക്കം. നമുക്കൊരു കുറച്ച് കീഴ്ക്കണി ഓലയുടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു സെലോ ടേപ്പ് ആവശ്യമുണ്ട് ഒട്ടിക്കാൻ. 2 സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ ഒരു ഓലയുടെ കണ്ണി എടുത്തതിന് ശേഷം അതിങ്ങനെ പിടിച്ച് ഇതിൻ്റെ പിന്നെ വായ് ഭാഗം സെലോ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ സെലോ ടേപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കണം സെലോ ടേപ്പ് ഉപയോഗിച്ച്. ഇപ്പോൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് 2 പീസും കവർ ചെയ്തെടുക്കാം. പിന്നെ 2ഉം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ വായു ഭാഗം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടില്ല. ഇതിൻ്റെയും അതിൻ്റെ അപ്പുറത്തെ ഇതിൻ്റെയും മറ്റേതിൻ്റെയും എല്ലാ 2 പീസിൻ്റെയും വായു ഭാഗം നമ്മൾ കവർ ചെയ്തെടുക്കണം. സെലോ ടേപ്പ് ഉപയോഗിച്ചാണ് അത് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെയിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ കൃത്യം സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെങ്കിലും നമ്മൾ കൃത്യം സെൻറ്റർ കണ്ടുപിടിക്കണം. അതിന് സെൻറ്ററിൽ വെച്ച് നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ അടിപൊളി ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ബൂമറാങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൂമറാങ്. നമ്മൾ എറിയേണ്ടത് സാധാ ബൂമറാങ്ങൊക്കെ നമ്മൾ ഇങ്ങനെ എറിയണം, എന്നാലേ നമുക്കത് കറക്റ്റ് പിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബൂമറാങ് എറിയണത് ഇങ്ങനെ എറിഞ്ഞ് മേലോട്ട് എറിയും. നമ്മൾ ഇങ്ങനെ ഒരിക്കലും താഴോട്ടേക്ക് എറിയരുത്. ഇങ്ങനെ മേലോട്ടേക്ക് എറിയുന്നത് അത് കറക്റ്റായി നമ്മുടെ കയ്യിൽ വരും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിൽ 100% റിസൾട്ട് കിട്ടും. നമുക്ക് ഒന്നും കൂടി ഒരു 100 അല്ല, ഒരു 80% കിട്ടി. നമുക്ക് നിങ്ങൾക്കൊന്ന് കാണണ്ടേ അത് എങ്ങനെയാണ് എറിയേണ്ടതും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ വീഡിയോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബൂമറാങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എറിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങൾ കറക്റ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. ഫ്രണ്ട്സ്, നമ്മുടെ ഇത്രക്ക് നമ്മൾ പോകുന്നില്ല, പക്ഷേ നമ്മുടെ കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകാണ് പോകാത്തത്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ 80% റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇട്ടിരുന്നില്ല, പക്ഷേ നിലത്തൊക്കെ നമ്മുടെ മുന്നിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. വേറെ ജാതിയിലറിയാം. നമുക്കിങ്ങനെ എറിഞ്ഞാൽ കറക്റ്റ് നമ്മളെടുത്ത് തന്നെ വരും. നിങ്ങൾ കാണാതെ എറിയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ എറിഞ്ഞാൽ കറക്റ്റ് ആ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. എൻ്റെ സെയിം ലെവൽ ഫോളോ ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ വീഡിയോ അടിപൊളിയായിട്ട് നമ്മുടെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് നേരെ കുണ്ടിലേക്കാണ് പോയത്. ഞാനിപ്പോൾ കുണ്ടിലിറങ്ങി ഇപ്പോൾ എടുക്കാനുള്ളപ്പോൾ അവിടെ നിങ്ങൾ അപ്പുറം എറിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഇത് ഇഷ്ടമില്ല ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് നമ്മുടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ പണി നടക്കുന്നുണ്ട്, അതാണ് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കൂടുതലായി പറഞ്ഞില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ വൈകുന്നേരം നമുക്ക് കാണാം. അവരേക്കും ബൈ ഫ്രണ്ട്സ്.